ഭാഗി 2 എന്ന് പറയുന്നത് ആദിവിശേഷ് നായകനായി വന്ന തെലുങ്ക് മൂവിയായ ക്ഷണത്തിന്റെ റീമേക്ക് ആയിരുന്നു. മൂന്നാം ഭാഗം എന്ന് പറയുന്നത് ഭാഗി 3 എന്ന് പറയുന്നത് മാധവൻ ആര്യ എന്നിവർ അഭിനയിച്ച വേട്ടയുടെ റീമേക്ക് ആയിരുന്നു. നാലാം ഭാഗം റീസെന്റ് ആയിട്ട് മദ്രാസിയുടെ കൂടെ റിലീസായ ഒരു മൂവി. അത് 555 എന്ന് പറയുന്നത് 2013 മറ്റോ ഇറങ്ങിയ ഭരത് നായകനായി വന്ന ഒരു തമിഴ് മൂവിയുടെ റീമേക്ക് ആയിരുന്നു. ഒറിജിനൽ കണ്ടന്റിന്റെ പുറകെ പോകാൻ പണ്ടേ ബോളിവുഡിന് മനസ്സില്ല. കാരണം അവിടെ ഇറങ്ങുന്ന ബിഗ് സ്റ്റാർസിൻ്റെ മൂവി ആണെങ്കിലും അതല്ലാതെയുള്ള ചെറിയ ചെറിയ മൂവീസാണ്, പിന്നെയും വെബ് സീരീസ്, ചെറിയ ചെറിയ മൂവീസാണ് കുറച്ചൊക്കെ നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്നത്. പഴയ പോലെ നല്ല കണ്ടന്റ് ഇറക്കാൻ ബോളിവുഡിലെ ആ ഒരു ഡയറക്ടേഴ്സിനോ റൈറ്റേഴ്സിനോ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവിടുത്തെ ഔട്ട്പുട്ട്സ് ഒക്കെ വരുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഹോളിവുഡ് മൂവി, അല്ലെങ്കിൽ എന്തെങ്കിലും ടെററിസം അങ്ങനെയുള്ള കണ്ടന്റ്സ്, അല്ലെങ്കിൽ പിന്നെ പ്രൊപ്പഗണ്ട മൂവീസ്, അതൊക്കെയാണ് വരുന്നത്. ഈ ഒരു മൂവി ഭാഗി 4 എന്ന് പറയുന്നത് 555 റീമേക്കാണ്. ഈ സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് നായകനായിട്ടുള്ള ടൈഗർ ഷറഫിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ്. നായകൻ്റെ ആക്സിഡൻറ്റ് പറ്റി, നായകന് ഹാലൂസിനേഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നായകൻ്റെ കൂടെ നായകൻ്റെ ലവർ ആ ഒരു ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്നു. വന്നപ്പം തൊട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്യാരക്ടർ എന്ത് ചെയ്യുന്ന ഈ ടൈഗർ ഷറഫിൻ്റെ കഥാപാത്രം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇല്ല എന്നുള്ള രീതിയിലാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ, ഈ ഒരു പെൺകുട്ടി ആരാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ. ഇനിയും പറയാൻ പോകുന്ന സംഭവങ്ങളിൽ കുറേ സ്പോയിലേഴ്സാണ്. 3-4 ദിവസം എടുത്ത് കണ്ടു തീർത്ത ഒരു മൂവിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൂവി അതുപോലെ ഒരു മെൻ്റൽ ടോർച്ചർ ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭാഗി ഫ്രാഞ്ചൈസ് തന്നെ ലോജിക്ക് നോക്കാതെ കാണണം എന്നുള്ളതൊക്കെ ഉള്ള കാരണങ്ങൾ നിരത്തി വെച്ചാലും ഈ ഒരു മൂവി ഒട്ടും വർക്കൗട്ട് ആവാത്തത് ഇതിൻ്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ഇതിലെ ആ ഒരു ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ്. അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ച് കാണിക്കുന്ന ഉപേന്ദ്ര അലിമായെ പോലത്തെ ആക്ടേഴ്സും അതുപോലെ തന്നെ സഞ്ജയ് ദത്തും ഇവരെ കൊണ്ടൊക്കെ, അതുപോലെ തന്നെ ഈ ഒരു അഭിനയം പഠിപ്പിക്കുന്ന സൗരഭ് സച്ദേവയെ പോലുള്ള ആക്ടേഴ്സ്, അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ ഓവറായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന പോലെയാണ് ഈ ഒരു സിനിമയുടെ മേക്കിംഗ് പോകുന്നത്. അതാണ് സിനിമയുടെ പ്രധാന പ്രശ്നം. അത് സഞ്ജയ് ദത്തിൻ്റെ ചാക്കോ എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള, ഭയങ്കര ഒട്ടും കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് സിനിമയുടെ ഒരു പ്രധാന പ്രശ്നമാണ്.